नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्दा राधाकान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वंशाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधार श्रीवासादि गौर भक्त वृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणम् परमानंद माधवम श्री चैतन्यमेश्वरम। ഹരേ കൃഷ്ണ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എന്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 11-ാമത്തെ അധ്യായം ആരംഭിച്ചു. സ്കന്ധം 1 അധ്യായം 11. ഭഗവാൻ കൃഷ്ണൻ ദ്വാരകയിൽ പ്രവേശിക്കുന്ന അധ്യായമാണ്. പ്രവേശിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടിരുന്നു എങ്ങനെയാണ് ദ്വാരകവാസികൾ ഭഗവാനെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അവര് ഒരുപാട് പാരിതോഷികങ്ങൾ കൊടുക്കുന്നു, ഗിഫ്റ്റുകളെല്ലാം കൊടുക്കുന്നു, അതേപോലെ തന്നെ ഭഗവാനെ സ്തുതിക്കുന്നു. ഇതായിരുന്നു നമ്മൾ കണ്ടത്, എങ്ങനെയാണ് അവര് ഭഗവാനെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഭഗവാൻ കൃഷ്ണന് ആത്മാരാമനാണ്, പൂർണ്ണകാമം, എല്ലാം അദ്ദേഹത്തിന് ഒന്നും ആവശ്യമില്ല. എന്നാലും ഭക്തര് അദ്ദേഹത്തിന് സ്നേഹത്തോടുകൂടി സ്തുതിക്കുമ്പോഴും അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുമ്പോഴും ഭഗവാൻ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. ഭാഗവതം പറയുന്നത് എങ്ങനെയാണ്? സൂര്യന്റെ നേരെ വിളക്ക് കാണിക്കുന്ന പോലെയാണ് ഭഗവാനെ സ്തുതിക്കുന്നതും ഭഗവാന് നമ്മൾ പാരിതോഷികങ്ങൾ കൊടുക്കുന്നതും. എന്നാൽ ഭഗവാൻ കൃഷ്ണൻ അത് സ്നേഹത്തോടു കൂടി കൊടുക്കുന്നത് കൊണ്ട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥാനത്തെക്കുറിച്ച്, ഭഗവാന്റെ സ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ കണ്ടു. ബ്രഹ്മാവ്, കുമാരന്മാരെ, ഇന്ദ്രൻ ഇവരെല്ലാവരും ആരാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ കൃഷ്ണൻ. എല്ലാവരുടെയും അന്തിമമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാമായിട്ടുള്ള ആശ്രയമാണ് ഭഗവാൻ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. പിന്നീട് ഭഗവാന്റെ ദർശനത്തെക്കുറിച്ച് അവർ പറയുന്നു, ദ്വാരകവാസികൾ പറയുന്നു, ഭഗവാന്റെ ദർശനം എളുപ്പമല്ല, അത് ഒരുപാട് ജന്മജന്മാന്തരങ്ങളുടെ സുകൃതിയാണ്. ഭഗവാനെ കാണുവാൻ, നേരിട്ട് കാണുവാനും അദ്ദേഹത്തിന്റെ ആ ചിരി കാണുവാനും ഒക്കെ സാധിക്കുന്നത്. ദേവതമാര് പോലും കാത്തിരിക്കുന്നു ഭഗവാന്റെ ദർശനത്തിനായി. നമ്മൾ അതിനെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അതേപോലെ മധുരയിലേക്കും വൃന്ദാവനത്തിലേക്കും പോകുന്ന സമയത്ത്, ഹസ്തിനാപുരത്തിലേക്കും ഭഗവാൻ കൃഷ്ണൻ കൂട്ടുകാരെ കാണുവാൻ വേണ്ടിയും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവരെ കാണുവാൻ വേണ്ടി പോകുന്ന സമയത്ത് ദ്വാരകയിലുള്ള ദ്വാരകവാസികൾക്ക് ഓരോ നിമിഷങ്ങളും യുഗങ്ങൾ പോലെയാണ്. എങ്ങനെയാണോ സൂര്യൻ ഇല്ലാത്ത അവസ്ഥയിൽ കണ്ണുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? കാഴ്ച ഉണ്ടാവില്ല. സൂര്യൻ ഉള്ളത് കൊണ്ടാണ് ഈ കണ്ണുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉള്ളത്. അല്ലെങ്കിൽ
കണ്ണങ്ങനെ ഉണ്ടാവുന്നല്ലാതെ ഇരുട്ടാണെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ആ ഒരു അവസ്ഥയാണ് ദ്വാരകവാസികൾ അവര് അവര് അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാര്യം ഭഗവാന്റെ ദർശനമില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ അദ്ദേഹം ഇനി പറയാൻ പോകുന്നത് ദ്വാരകയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദ്വാരകവാസികൾ അവിടെ മനോഹരമായിട്ട് ആ ദ്വാരക നഗരം ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതാണ് ഇനി നമ്മളിവിടെ കാണുന്നത്. 11-ാമത്തെ ശ്ലോകം മുതൽ 15-ാമത്തെ ശ്ലോകം വരെ 6 ശ്ലോകങ്ങൾ 5 ശ്ലോകങ്ങൾ നോക്കാം. 11. മധുഭോജാ ദശാർഹാർഹ കുകൂരാന്തകവൃഷ്ണിഭിः ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗാവതീം ഇവ. ചൊല്ലട്ടെ പ്രഭു. യെസ്. ഹരേ കൃഷ്ണ. മധുഭോജതശാർഹാർഹ കുകൂരാന്തകവൃഷ്ണിഭിः ആത്മതുല്യബലൈർഗുപ്താം നാഗൈർഭോഗവതീമിവ. വിവർത്തന ശ്രീല പ്രഭാതർ കീജെ. നാഗലോക രാജധാനിയായ ഭോഗവതി നാഗന്മാരാൽ സംരക്ഷിക്കപ്പെടുന്നത് പോലെ കൃഷ്ണ ഭഗവാനോളം ശക്തരായ വൃഷ്ണിവംശജരായ ഭോജൻ, മധു, ദശാർഹൻ, അർഹൻ, കുകുരൻ, അന്തകൻ തുടങ്ങിയവരാൽ ദ്വാരക സംരക്ഷിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഭോഗവതി എന്ന് പറയുന്നത് നാഗലോകത്തിലെ തലസ്ഥാനമാണ്. അപ്പൊ അവിടെ ആ നാഗലോകമെല്ലാം സംരക്ഷിക്കുന്നത് അവിടെയുള്ള നാഗങ്ങളാണ്. അതേപോലെ ഇവിടെ പറയുന്നു ദ്വാരകയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് വൃഷ്ണി വംശത്തിലുള്ളവര് ഭോജ, മധു, ദശാർഹ, അർഹ, കുക്കുര, അന്തക എന്ന് പറയുന്ന ആ വംശകര്, വൃഷ്ണി വംശത്തിൽ വന്നിട്ടുള്ളവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഭഗവാനെ പോലെ തന്നെ പറയുന്നു ശക്തിശാലികളാണ് എന്നുള്ളത്. ശ്രീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു നാഗലോകത്ത് സൂര്യരശ്മികൾ അവിടെ, അല്ലെങ്കിൽ സൂര്യപ്രകാശം അവിടെ കിട്ടില്ല എന്നുള്ളത്. അവിടെ അന്ധകാരമാണ്. കാര്യം നാഗലോകം വരുന്നത് താഴെയാണ്, അല്ലെ, ഭൂമണ്ഡലത്തിന് താഴെയാണ്. അവിടേക്ക് സൂര്യപ്രകാശമില്ല. എന്നാൽ ഇതേ സൂര്യൻ തന്നെയാണ് സ്വർഗലോകങ്ങളിലും ഒക്കെ ഉള്ളത്. എന്നാൽ താഴെയുള്ള ലോകങ്ങളില് അന്ധകാരമാണ്. പക്ഷെ അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ സൂര്യനില്ല, സൂര്യന്റെ പ്രകാശമില്ലെങ്കിലും അവിടെ വെളിച്ചമുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ അതാണ് ഇവിടെ പറയുന്നത്, പ്രഭുപാദി പറയുന്നത്. ഈ നാഗങ്ങളുടെ തലയിൽ ഉള്ള രത്നങ്ങൾ, ആ രത്നങ്ങളിൽ നിന്ന്, ഇത് സാധാരണ നാഗങ്ങളല്ല, അവിടെ അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടവും അതിമനോഹരമായിട്ടുള്ള എല്ലാം നാച്ചുറൽ ബ്യൂട്ടി ഉണ്ട്. നാഗലോകം താഴെയുള്ള ലോകങ്ങളും ഒന്നുമില്ല അവിടെ പേടിയല്ല അവിടെ പേടിയാവുന്ന സംഭവങ്ങളല്ല, അതിമനോഹരമായിട്ടുള്ള, അതായത് ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കാര്യം അവിടെ ഈ താഴെയുള്ള ലോകങ്ങളില് ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന, തമോ ഗുണത്തിൽ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണത്. കൂടുതൽ അവിടെ ഉള്ളത് പക്ഷെ ദേവതമാരല്ല എന്നുള്ളത് മാത്രം, അസുരന്മാര് പോലെ. അതായത് ഈ സ്വർഗലോകങ്ങളിൽ പോകുന്നത് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെ. എന്നാൽ സ്വർഗലോകത്തില് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേവതമാരുടെ സ്ഥലമാണ്. മാത്രമല്ല സത്വഗുണത്തിലുള്ളവരാണ് അവരെല്ലാവരും. കാര്യം അവരെല്ലാവരും സുരന്മാരാണ്, ഭഗവാനെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് ഇന്ദ്രിയ സുഖങ്ങൾ ഉണ്ടെങ്കിലും അവിടെ യജ്ഞങ്ങളും ബാക്കിയുള്ള ഭഗവാന്റെ സ്തുതിയും ഒക്കെ നടക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ രജോഗുണമാണ്, അതായത് സത്വഗുണത്തിലാണ് ഇവരെല്ലാവരും. പക്ഷെ കൂടുതൽ ഇന്ദ്രിയ സുഖങ്ങൾ ഒരു ഒരു രീതിയിലാണ് അവിടെ കൂടുതലുള്ളത്. താഴെ ഉള്ള ആളുകൾ തമോ ഗുണത്തിലുള്ള സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ എന്ന് പറയുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ പുറത്ത് പറയാൻ മടി തോന്നുന്ന ഇന്ദ്രിയ സുഖങ്ങളൊക്കെ അവിടെ അതിനൊരു കുറവുമില്ല, അവിടെ അത് മാത്രമേ ഉള്ളൂ. അതേ തമോ ഗുണത്തിലുള്ള സുഖങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം അതിന്റെ കേന്ദ്രമാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഈ താഴെയുള്ള ലോകങ്ങൾ, അത്തള വിത്തള എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ. ഇവിടെ നാഗലോകങ്ങളിലെ കാര്യം പറയുമ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള പൂന്തോട്ടവും എൻജോയ്മെന്റിനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ അവിടെ വെളിച്ചമില്ല. വെളിച്ചം
പകരം ഈ നാഗങ്ങളുടെ തലയിലുള്ള രത്നങ്ങളിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്നു. ഇവിടെ എനിക്കൊരു കമ്പാരിസൺ പറയുന്നത് വേറെ ഒന്നുമല്ല. കാര്യം ഈ നാഗങ്ങൾ ആ നാഗലോകത്തെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ പോലെ ഒരു അങ്ങനെ ഒരു കമ്പാരിസൺ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദ്വാരകയെ സംരക്ഷിക്കുന്നു വൃഷ്ണി. കാര്യം ഈ നാഗങ്ങളുടെ സംരക്ഷണം ഉള്ളത് കൊണ്ട് അങ്ങനെ ആർക്കും എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചെല്ലാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലമല്ല, അങ്ങനെ ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ അതിന് പ്രൊട്ടക്ഷൻ ആൾക്കാരുണ്ട്. അതേപോലെ ദ്വാരകയും അതേപോലെ തന്നെയാണ്. അങ്ങനെ എല്ലാവർക്കും യോഗ്യതയില്ലാത്തവർക്കൊന്നും പ്രവേശിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. എല്ലാം കൊണ്ടും അവർ സംരക്ഷിച്ചിരിക്കുന്നു. വൃഷ്ണിയിൽ വരുന്ന വൃഷ്ണി വംശത്തിൽ വരുന്നവരെല്ലാവരും ഈ പറയുന്ന കുറച്ച് ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട് അവിടെ. 12ാമത്തെ ശ്ലോകം. സർവർത്തൂ സർവവിഭവ പുണ്യവൃക്ഷാലതാശ്രമൈ ഉദ്യാനോപവനാരാമൈർ വൃതപത്മാകരശ്രിയം. ഹരേ കൃഷ്ണ പ്രഭു. ചൊല്ലട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവർത്തൂ സർവവിഭവ പുണ്യവൃക്ഷലതാശ്രമൈ ഉദ്യാനോപവനാരാമൈർ വൃതാ പത്മാകരശ്രിയം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദർക്ക് ജയ്. വിവർത്തനം. എല്ലാ ഋതുക്കളിലെയും വിഭവങ്ങളാൽ സമ്പൂർണമായിരുന്നു ദ്വാരകാപുരി. പർണശാലകൾ, പഴത്തോട്ടങ്ങൾ, പൂന്തോട്ടങ്ങൾ, ക്രീഡാവനങ്ങൾ, താമരപ്പൂക്കൾ നിറഞ്ഞ കുളങ്ങൾ എന്നിവ എല്ലായിടത്തും ഉണ്ടായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്വാരകപുരിയിൽ എല്ലാ കാലാവസ്ഥയും ഉള്ള സ്ഥലമായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ദ്വാരകപുരി ഭഗവാൻ ഇരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് അവിടെ എല്ലാം അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥിതിയായിരിക്കും അവിടെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു, എല്ലാ കാലാവസ്ഥയും ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഭംഗിയുള്ള പൂന്തോട്ടങ്ങൾ, ഒരുപാട് പുഷ്പങ്ങൾ, ഭംഗിയുള്ള പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, അതേപോലെ തന്നെ ജലാശയങ്ങൾ മനോഹരമായിട്ടുള്ളത്, താമരയൊക്കെ മനോഹരമായി വളരുന്ന ജലാശയങ്ങൾ, അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് ദ്വാരക. അതാണ് ദ്വാരകപുരിയെ കുറിച്ച് ഇവിടെ പറയുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിരുന്നു ഉള്ള സ്ഥലമാണ് എന്നുള്ളത് ശ്രീല പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. ഈ പ്രകൃതി തരുന്ന സാധനങ്ങൾ, പ്രകൃതി നമുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അതിന്റെ ആവശ്യമുള്ളൂ എന്നുള്ളത്. അതല്ലാതെ ഫാക്ടറികളുടെയും കശാപ്പുശാലകളുടെയും അല്ലെങ്കിൽ ഈ മോഡേൺ ഈ സിറ്റി സ്കൈ സ്ക്രേപ്പർ ബിൽഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആകാശം വരെ മുട്ടുന്ന ബിൽഡിങ്ങും ഒക്കെ, ഇതൊന്നും ആവശ്യം ഉള്ള കാര്യങ്ങളല്ല എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സാധാരണ വളരെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടി കൃഷിയും ഗോകൃഷി, വാണിജ്യം പോലുള്ള കാര്യങ്ങൾ, കൃഷിയും വാണിജ്യവും ഒക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ മനോഹരമായിട്ട് ഈ പ്രകൃതി തരുന്ന പച്ചക്കറികളും പഴങ്ങളും ഗാർഡൻ, ഇതെല്ലാം പ്രകൃതിയായിട്ട് തരുന്നതാണ്. പുഷ്പങ്ങളും അല്ലേ, അതെല്ലാം അതിമനോഹരമാണ്. ജലാശയങ്ങളും ഉണ്ടാവും. ഇതിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഒരുപാട് ഡെവലപ്മെന്റ് ആണ് എന്നുള്ളത്. പക്ഷേ ഡെവലപ്മെന്റിന് പകരം അത് സംഭവിക്കുന്ന പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. മാത്രമല്ല അത് പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമായി മാറുന്നു, ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നു. ഇന്നത്തെ കാലത്ത് പ്രഭുപാദ് പറയുന്നു ഇതിനെയെല്ലാം ഉഗ്രകർമ്മ എന്നാണ് പറയുന്നത് എന്നുള്ളത്. ഉഗ്രകർമ്മ, അതായത് ഫാക്ടറികളും മില്ലുകളും ഒക്കെ. ഇന്നത്തെ കാലത്ത് എത്രയോ ഫാക്ടറികളാണുള്ളത്. ഇതൊന്നും ഇല്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കായി മാറിയിരിക്കുകയാണ്. പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്കായി മാറിയിരിക്കുന്നു നിർഭാഗ്യവശാൽ. ഈവൻ റോഡുകൾ തന്നെ, വണ്ടികൾ ഉള്ളത് കൊണ്ട് റോഡുകൾ വേണം. ഇപ്പൊ നോക്കൂ, പ്രകൃതി ഈ ടാറും സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് ആലോചിക്കണം. ഓക്കെ, ധാമില് പോയി കഴിഞ്ഞാൽ, വൃന്ദാവനം ധാമോ അതേപോലെ ജഗന്നാഥ് പുരിയും മായപ്പൂരൊക്കെ പോകുമ്പോൾ, വൃന്ദാവനത്തിൽ അവരൊക്കെ പോകുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല ഒരു 50-60 വർഷം വരെ.
വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു അതെല്ലാം. പച്ചപ്പും ഹരിതാപവും ഉള്ള സ്ഥലങ്ങളായിരുന്നു. അതെല്ലാം മാറി ഇപ്പോൾ കഴിഞ്ഞൊരു 100 വർഷത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ധാമിൽ വരെ വന്നിട്ടുണ്ട്. അപ്പൊ മറ്റുള്ള സ്ഥലങ്ങളിൽ പറയേണ്ട ആവശ്യമില്ല. വൃന്ദാവനത്തിലെ പരിക്രമ മാർഗം അതെല്ലാം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതേപോലെ റോഡും ടാറിട്ട റോഡുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നു, അവിടെയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അതിന്റെ മുകളിലൂടെ ടാറിടുന്നു, അല്ലെ? അപ്പോൾ ഇങ്ങനെ പല സംഭവങ്ങളും, ഇത് അവിടുത്തെ കാര്യം മാത്രമല്ല, ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ഉഗ്രകർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചോദ്യചിഹ്നമാണ്. ലോകം ഓടുന്ന കൂട്ടത്തിൽ നമ്മൾ ഓടണം എന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ആവശ്യമുള്ളതിനെ സ്വീകരിക്കാം. ഇപ്പോൾ ടെക്നോളജി ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് ഇപ്പോൾ നമുക്ക്, അല്ലെ? ഇപ്പോൾ നമ്മൾ ഭാഗവതം ക്ലാസ്സുകൾ ചെയ്യുന്നതും ഭാഗവതം ചർച്ച ചെയ്യുന്നതും ആ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. എന്നാൽ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ ഇതിനെ മിസ്യൂസ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് പ്രതികൂലമായി മാറുന്നു ഭക്തിയിൽ. എന്നാൽ അതിനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് സഹായകരമാകുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ടെക്നോളജിയും ഡെവലപ്മെന്റും ഒക്കെയാണ്. കാര്യം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് അതൊക്കെ വേണ്ടി വരും. എന്നാൽ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അതൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദ്യമാണ്. ആവശ്യങ്ങൾക്ക് അപ്പുറത്ത്, അല്ലെങ്കിൽ അതൊരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് ഇന്നത്തെ കാലത്ത് ആവശ്യമായി തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള പൂന്തോട്ടങ്ങളും അതേപോലെ തന്നെ ഈ പുഷ്പങ്ങളൊക്കെ വളരുന്ന സ്ഥലങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള എത്ര സ്ഥലങ്ങളുണ്ട് ഒന്ന് ആലോചിക്കൂ. ഒന്നുമില്ല. അപ്പോ അതെല്ലാം അങ്ങനെയുള്ള ഭംഗിയുള്ള കാടുകളെല്ലാം മുറിച്ച് അവിടെയെല്ലാം ബിൽഡിങ്ങുകളാണ് വരുന്നത്. മനോഹരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള പൂന്തോട്ടങ്ങളും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോകുന്നു, എല്ലാം നശിക്കുന്നു. ജലാശയങ്ങൾ ഇല്ലാതെയായി. പിന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതാണ് ഇതെല്ലാം. പൂന്തോട്ടങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. അവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ച് അതിനെ ഭംഗിയാക്കി പുഷ്പങ്ങളൊക്കെ കൊണ്ടുവന്നു. അതും വാസനയില്ലാത്ത, കാണാൻ ഭംഗി മാത്രം ഉണ്ടാവും, പക്ഷെ സ്മെല്ലില്ലാത്ത പുഷ്പങ്ങളാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ഭഗവാന്റെ സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ പോലും കിട്ടുന്നത് ഒരു സ്മെല്ലും ഇല്ലാത്തതാണ്. ഒരു സ്മെല്ലും ഇല്ലാത്ത റോസ് ഒക്കെ കിട്ടുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടെയൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട് ഷോപ്പുകളിലൊക്കെ. വല്ലാത്തൊരു അവസ്ഥയാണ്. എന്നാൽ അതല്ല ശരിക്കും. ഇത് പ്രകൃതി നമുക്ക് എല്ലാം തരുന്നുണ്ട്. എല്ലാ ആവശ്യത്തിനായിട്ടുള്ള നമുക്ക് വേണ്ട ജീവിക്കാനുള്ള സാധനങ്ങളും അതേപോലെ തന്നെ ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കാനുള്ളതും എല്ലാം തന്നെ നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലത്ത് എല്ലാത്തിലും മായം കലർന്നിരിക്കുന്നു, ആർട്ടിഫിഷ്യൽ ആയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവം എല്ലാം നഷ്ടപ്പെട്ടു. പ്രഭുപാദ് ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം സിമ്പിൾ ആയിട്ട് ജീവിക്കുക. വൈഷ്ണവൻ എന്ന് പറയുമ്പോൾ, ഭക്തർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഭൗതികമായിട്ടുള്ള ഉഗ്രകർമ്മങ്ങളും ചെയ്ത് സമയം കളയാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ഭഗവത് സേവനങ്ങളിലേക്ക് ഉപയോഗിക്കുവാനാണ്. അതിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ, അങ്ങനെയുള്ളത് കൂടുതൽ ചെയ്യുവാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ശ്രീല പ്രഭുപാദ് ഇവിടെ. അതേപോലെ ഭക്ഷണത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ പാലുൽപ്പന്നങ്ങളൊക്കെ അതിൽ ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ളതാണ്. പാല്, വെണ്ണ, നെയ്യ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം മനുഷ്യ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതാണ്. അതെല്ലാം ശരീരം വളർച്ചയ്ക്കായും ബുദ്ധിയുടെ വളർച്ചയ്ക്കായും ഒക്കെ ആവശ്യമുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിലും മായം കലർന്നിട്ടുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട്. അതിനപ്പുറത്ത് കശാപ്പുശാലകൾ, പച്ചക്കറി അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല ആർക്കും. നോൺ വെജിറ്റേറിയൻ ഭക്ഷണമാണ് താല്പര്യം. ഈ ലോകത്തിൽ ഇപ്പോൾ അതാണ് ട്രെൻഡ്. നോൺ വെജിറ്റേറിയൻ ഈവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർ പോലും കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുമല്ല, ചിലവരൊക്കെ അങ്ങനെയും കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു, എല്ലാം താറുമാറായിരിക്കുന്നു. എന്നാൽ ദ്വാരകയിൽ അന്നത്തെ കാലത്ത് ഇവിടെ പറയുന്നു മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. അതാണ് ഇവിടെ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. ശ്രീല പ്രഭുപാദ്
അപ്പൊ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ നാച്ചുറലായി ജീവിക്കാൻ നോക്കണം എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. 13ാമത്തെ ശ്ലോകം. ഗോപുരാദ്വാരമാർഗേഷു കൃതകൗതുകതോരണാം ചിത്രധ്വജാ പതാകാഗ്രേർ അന്ധപ്രതിഹതാതപാം. ഓക്കെ, ഒരാൾ വായിക്കും. പ്രീതമാതാജി വായിക്കുന്നത്. ദക്ഷിണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 13. ഗോപുരദ്വാരമാർഗേഷു കൗതുകതോരണാം ചിത്രധ്വജ പതാകാഗ്രേ അന്ധപ്രതിഹതാതപാം. വിവർത്തനം ശ്രീലപ്രഭുപാദി ജയ്. ഭഗവാനെ സ്വാഗതം ചെയ്യാനായി നഗര കവാടങ്ങളും വീട്ടുവാതിലുകളും നഗരവീതിയിലുടനീളമുള്ള തോരണങ്ങളോടുള്ള മാനങ്ങളും ഉത്സവ ചിഹ്നങ്ങളായ കുലവാഴകളാലും മാവിലകളാലും മനോഹരമായി അലങ്കരിക്കപ്പെട്ടിരുന്നു. കൊടിക്കൂറകളും ഹാരങ്ങളും സ്വാഗതവാക്യങ്ങൾ ആലേഖനം ചെയ്ത ഫലകങ്ങളുമെല്ലാം ഒന്നിച്ച് വെയിലിനെ മറച്ചു. ഹരേ കൃഷ്ണ. താങ്ക് യു. മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളാണ് ദ്വാരകവാസികൾ ചെയ്തിട്ടുള്ളത് ഭഗവാനെ വരവേൽക്കാൻ വേണ്ടി. എല്ലാം ഭംഗിയായിട്ട് അവിടെയുള്ള കവാടങ്ങളും ദ്വാര അല്ലെങ്കിൽ ഡോറുകളും എല്ലാം അതിൽ ഭംഗിയായിട്ട്, ഗേറ്റുകളെല്ലാം ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. കൊടിക്കൂറകൾ, ഒരുപാട് പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മാലകൾ, അതേപോലെ ഒരുപാട് പെയിന്റിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഈവൻ പല സ്ലോഗൻ എന്ന് പറഞ്ഞ സ്ലോഗൻ പലതും എഴുതി വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലൊക്കെ മനോഹരമായി. അതേപോലെ തന്നെ മാവിന്റെ ഇല ഉപയോഗിച്ച് തോരണം നമ്മളതെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മളും എന്തെങ്കിലും ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ടാകുമ്പോൾ ചെയ്യുന്നതാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ദ്വാരക അലങ്കരിച്ചിട്ടുള്ളത്. ഇവിടെ പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു, കൊടിയിൽ ഗരുഡന്റെയോ ഹനുമാന്റെയോ ഒരു ചിത്രം സാധാരണ ഉണ്ടാവുന്നത് ഇവിടെ എടുത്തു പറയുന്നു പ്രഭുപാദ. കാര്യം ഇവര് രണ്ടുപേരും, ഗരുഡനാണെങ്കിലും ഹനുമാനാണെങ്കിലും ഭഗവാന്റെ വളരെ പ്രിയപ്പെട്ട ഭക്തരുമാണ്, സേവകരുമാണ്. അതുകൊണ്ട് ഭഗവാന്റെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള പെയിന്റിങ്ങുകളും അതേപോലെ കൊടികളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായിട്ടാണ് അവർ ചെയ്യുന്നത്. 14ാമത്തെ ശ്ലോകം. സമാർജിത മഹാമാർഗ രത്യ പാണക ചത്വരാം സിക്താം ഗന്ധജലൈർ ഉക്താം ഫല പുഷ്പാക്ഷതാങ്കുരൈഃ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി. ഓ നമോ ഭഗവതേ വാസുദേവായ. സമ്മാർജിത മഹാമാർഗാരത്യ പാണകചത്വരാം സിക്താം ഗന്ധജലരുക്താം ഫലപുഷ്പ അക്ഷതാങ്കുരൈ. വിവർത്തനം ശ്രീലപ്രഭുപാദിക്ക് ജയ്. പ്രധാന വേദികളും തുരങ്കങ്ങളും ഇടവഴികളും കമ്പോളങ്ങളും പൊതുസമ്മേളന സ്ഥലങ്ങളുമെല്ലാം പൂർണ്ണമായും വൃത്തിയാക്കി സുഗന്ധജലം തളിച്ചിരുന്നു. മാത്രവുമല്ല, ഭഗവാനെ സ്വാഗതം ചെയ്യുവാനായി ഫലങ്ങളും പുഷ്പങ്ങളും പൊട്ടിക്കാത്ത വിത്തുകളുമൊക്കെ എല്ലായിടത്തും വിതറിയിരുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ. അവിടെയുള്ള വീതികളെല്ലാം, റോഡുകളെല്ലാം അതിമനോഹരമായിട്ട് അവരെല്ലാം വൃത്തിയാക്കി അവിടെ ഒരുപാട് സുഗന്ധം ഉള്ള വെള്ളം എല്ലാം തളിച്ച് അതിമനോഹരമായിട്ട് അവര് വെച്ചിരിക്കുന്നു. കൂട്ടത്തിൽ പുഷ്പങ്ങളും പഴങ്ങളും വിത്തുകളും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള അലങ്കാരങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറയുന്നു. ശ്ലോകം 15. ദ്വാരീ ദ്വാരീ ഗൃഹാണാം ച ദധ്യക്ഷതാ ഫലേക്ഷുഭിഃ അലങ്കൃതാം പൂർണകുംഭൈർ ബലിഭിർധൂപദീപകൈഃ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ. ഹരേ കൃഷ്ണ. ദ്വാരി ദ്വാരി ഗ്രഹാണാം ച ദധ്യക്ഷതപരേക്ഷുഭിഃ അലങ്കൃതാം പൂർണകുംഭൈർബലിർ
ധൂപദീപൈകഹീം. വിവർത്തനം ശ്രീലവാദ് വിജയ്. വാസസ്ഥലങ്ങളായ ഭവനങ്ങളുടെ വാതുക്കളെല്ലാം മംഗളവസ്തുക്കളായ തൈര്, ഉടയാത്ത ഫലങ്ങൾ, കരിമ്പ്, പൂജാ സാമഗ്രികളോടുകൂടിയ പൂർണ്ണകുംഭങ്ങൾ, ധൂപം, ദീപങ്ങൾ എന്നിവയെല്ലാം ഒരുക്കി വെച്ചിരുന്നു. ഹരേ കൃഷ്ണ. അവിടെയെല്ലാം ഓരോ വീടുകളുടെ മുമ്പിലും മനോഹരമായിട്ട് കുറെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തൈര്, അതേപോലെ പഴങ്ങൾ, കരിമ്പ്, അതേപോലെ തന്നെ പൂർണ്ണകുംഭം, ഇതെല്ലാം ഭഗവാൻ, അതേപോലെ ചന്ദനത്തിരി, അങ്ങനെയുള്ള പല ധൂപവും ഒക്കെ വെച്ചിട്ടുണ്ട്. ദീപവും ധൂപവും എല്ലാം വെച്ചിട്ടുണ്ട്. ഭഗവാനെ ആരാധിക്കുവാൻ, അല്ലെങ്കിൽ അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഓഫർ ചെയ്യാൻ വേണ്ടി അങ്ങനെ മനോഹരമായിട്ട് അവിടെ അലങ്കരിച്ചിട്ടുണ്ട്. ശ്രീല പ്രഭുപാജി ഭാവാർത്ഥത്തിൽ അവസാനം പറയുന്നു, ഇതെല്ലാം അലങ്കാരങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, പ്രസാദത്തെ കുറിച്ച് പറയുന്നു. ഇങ്ങനെയുള്ള വലിയ ഇങ്ങനെ ഗെറ്റ് ടുഗദറുകൾ ഉണ്ടാവുമ്പോൾ, എന്തെങ്കിലും ഉത്സവങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആ സമയത്ത് പ്രസാദം വിതരണം ചെയ്യണം എന്നുള്ളത്. പ്രസാദം വിതരണം ചെയ്യാതെ ആ ഒരു ഫംഗ്ഷൻ പൂർണ്ണമാവില്ല എന്ന് പറയുന്നു. കാര്യം ഇത് ഒരു വേദിക് കൾച്ചറാണ്. അത് വേദങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ എല്ലാ വലിയ പ്രോഗ്രാമുകളും നടത്തുമ്പോഴും അതിൽ തീർച്ചയായിട്ടും പ്രസാദ വിതരണം ഉണ്ടാവും. ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള ഭോഗം സമർപ്പിച്ച് അത് പ്രസാദം എല്ലാവർക്കും കൊടുക്കുന്നു. ആ ഒരു സമ്പ്രദായം അതുകൊണ്ട് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിലും വൈഷ്ണവ സമ്പ്രദായങ്ങളിലും നമ്മൾ വളരെയധികം കാണുന്നതാണ്. ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവസാനം അതിവിപുലമായിട്ടുള്ള പ്രസാദം തന്നെ ഉണ്ടാവും. ഓക്കെ, ഹരേ കൃഷ്ണ. 16 ശ്ലോകം 16, 17. നിശമ്യ പ്രേഷ്ടം ആയാന്തം വാസുദേവോ മഹാമനാ അക്രൂരശ്ചോഗ്രസേനശ്ച രാമശ്ചാദ്ഭുതവിക്രമഃ പ്രദ്യുമ്നശ്ചാരുദേഷ്ണാശ്ച സാംബോജാംബവതി സുതഃ പ്രഹർഷാവേഗോച ശയനാസനഭോജന. വായിക്കട്ടെ പ്രഭു. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിശമ്യ പ്രേഷ്ടം ആയാന്തം വാസുദേവോ മഹാമനാഃ അക്രൂരശ്ച ഉഗ്രസേനാച രാമശ്ച അദ്ഭുതവിക്രമഃ പ്രദ്യുമ്നാച ചാരുദേഷിണേ ച സാംഭോ ജാംബവതി സുതാഃ പ്രഹർഷവേഗോച്ച ഉഷിതശയന ആസനഭോജനാഃ. പ്രഭാതർ കി ജയ്. വിവർത്തനം. ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ ദ്വാരകാധാമത്തിൽ ആഗതനാകുന്നുവെന്ന് ശ്രവിച്ച് മഹാനുഭാവനായ വാസുദേവരും അക്രൂരരും ഉഗ്രസേനനും അതിമാനുഷികമായി ശക്തിമാനായ ബലരാമനും പ്രദ്യുമ്നനും ചാരുദേക്ഷണനും ജാംബവതീസുതനായ സാംബനും അതിയായി സന്തോഷിക്കുകയും വിശ്രമവും ഇരിപ്പിടവും ഭക്ഷണവും ഒക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തി എന്നുള്ളത് അറിഞ്ഞ സമയത്ത് ദ്വാരകയിലുള്ള വസുദേവര്, അക്രൂരര്, ഉഗ്രസേനൻ മഹാരാജ്, ബലരാമൻ, പ്രദ്യുമ്നൻ, ചാരുദേഷ്ണ, സാംബ, ജാംബോതിയുടെ മകൻ സാംബ, അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ഓടിപ്പോകുന്നു ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവാനെ കാണുവാൻ വേണ്ടി. അവര് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചു. ചിലവര് വിശ്രമിക്കുമായിരുന്നു, ചിലവര് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തായിരുന്നു അതെല്ലാം അവിടെ നിർത്തി ഭഗവാന്റെ അടുത്തേക്ക് ഓടുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. പ്രഭുപാദി ഭാവാർത്ഥത്തിൽ ആരാണ് വസുദേവര്?
ആരാണ് അക്രൂരര്, ഉഗ്രസേനൻ, അവരെ കുറിച്ചെല്ലാം ബലരാമനെ കുറിച്ചും ഒക്കെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയുന്നുണ്ട്. പ്രദ്യുമ്നെ കുറിച്ച്, ചാരുദേഷ്ണ രുക്മിണി ദേവിയുടെ കൃഷ്ണന്റെയും മകനാണ്, സാമ്പൻ ജാമ്പവതിയുടെ മകൻ. അങ്ങനെ ഇവരെ കുറിച്ചെല്ലാം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ പറയുന്നുണ്ട് ഭാവാർത്ഥത്തിൽ. നിങ്ങൾ എല്ലാവരും സ്വന്തം വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശ്ലോകം 18. ഇനിയിപ്പോൾ വായിക്കാനുള്ളത് കഴിഞ്ഞ കുറച്ചു നേരമായിട്ട് വായിക്കുവാൻ വേണ്ടി മുന്നോട്ട് വരുന്ന 3 പേരുടെ പേര് ഞാൻ വായിക്കാം. ഇനി നിങ്ങൾ 3 പേരാണ് ഇനിയുള്ള 3 ശ്ലോകങ്ങൾ വായിക്കേണ്ടത്. ഗണപതി പ്രഭു, ശാന്തകുമാരി മാതാജി, സുവർണ പ്രഭു മാതാജി. ഈ ഒരു ഓർഡറിൽ തന്നെ ആയിക്കോട്ടെ. 18. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണൈ സസുമാംഗലൈ ശംഖതൂര്യാനിനാദേന ബ്രഹ്മഘോഷേണ ചാദൃതാഃ പ്രത്യുജഗ്മു രഥൈർഹൃഷ്ട പ്രണയാഗത സാധ്വസാഃ. പ്രഭു വായിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. വാരണേന്ദ്രം പുരസ്കൃത്യ ബ്രാഹ്മണൈ സസുമംഗളൈ ശംഖുതൂര്യ നിനാദേന ബ്രഹ്മഘോഷേണ ചാദൃത്യ പ്രത്യുജഗ്മു രഥൈർഹൃഷ്ട പ്രണയാഗത സാധ്വസാഃ. ഹരേ കൃഷ്ണ. വിവർത്തനം. ശിലപ്രഭാത് കീ. പൂക്കളും മറ്റു മംഗളവസ്തുക്കളും വഹിക്കുന്ന ബ്രാഹ്മണരോടൊപ്പം അവർ രഥങ്ങളിൽ തിടുക്കത്തിൽ ഭഗവാന്റെ അടുക്കലേക്ക് ഗമിച്ചു. അവരുടെ മുമ്പിൽ സൗഭാഗ്യ സൂചകങ്ങളായ ആനകളുണ്ടായിരുന്നു. ശംഖുതുകയും കാഹളങ്ങൾ മുഴക്കുകയും വേദമന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്തിരുന്നു. അപ്രകാരം സ്നേഹസാന്ദ്രമായ ആദരവ് അവർ പ്രകടിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിടെ നേരത്തെ പറഞ്ഞ അവരെല്ലാവരും തന്നെ വസുദേവരും അക്രൂരരും ബലരാമനും അങ്ങനെയുള്ളവരെല്ലാവരുടെ പേരും നമ്മൾ കണ്ടു. അവരെല്ലാവരും ഉടനെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിർത്തി കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുന്നു. രഥമെല്ലാം എടുക്കുന്നു, ബ്രാഹ്മണരെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടത്തിൽ ആനകൾ, അങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. പലവരുടെ കയ്യിൽ ശംഖുണ്ട്, പല വാദ്യോപകരണങ്ങളെല്ലാം ഉണ്ട്, വേദമന്ത്രങ്ങൾ ബ്രാഹ്മണർ ചൊല്ലുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്ത്. ഓക്കെ, അതാണ് 18ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 19. വാരന്മുഖ്യാശ്ച ശതശോ യാനൈസ്തദ്ദർശനോത്സുകാഃ ലസത്കുണ്ഡലനിർഭാത കപോലാവതനശ്രിയ. ശാന്തകുമാരി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വാരമുഖാഞ്ച സദശോ യാനിസ്തർദർശനോത്സക ലസൽ കുണ്ടല നിർബാധ കപോലവദനാ ശ്രീയ. ഹരേ കൃഷ്ണ. വിവർത്തനം. അതേസമയം നൂറുകണക്കിന് പേരുകേട്ട വേശ്യകൾ വിവിധ വാഹനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ തുടങ്ങി. അവരെല്ലാവരും ഭഗവാനെ ദർശിക്കുവാൻ അത്യുത്സുകരായിരുന്നു. അവരുടെ സുന്ദരമായ വദനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന കുണ്ടലങ്ങളാൽ അലങ്കരിക്കപ്പെട്ടിരുന്നു. അവ അവരുടെ നെറ്റിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അപ്പോൾ അവിടെ ദ്വാരകയിലെ കാര്യമാണ് പറയുന്നത്. നൂറുകണക്കിന് വേശ്യ സ്ത്രീകൾ അവരെല്ലാവരും ഭഗവാനെ കാണുവാൻ വേണ്ടി പോകുന്നു. ഇവര് സാധാരണ ഒരു അങ്ങനെയുള്ള ഒരു വേശ്യ സ്ത്രീകൾ അല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഭക്തരാണ്, ഭഗവാന്റെ ഭക്തരാണ്. അതാണ് ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. ഭാഗവതത്തിൽ എന്തുകൊണ്ട് ഇതെല്ലാം എടുത്തു പറയുന്നു എന്ന് വെച്ചാൽ, ആരാണെങ്കിലും പ്രൊഫഷൻ എന്ത് വേണമെങ്കിലും ആവട്ടെ, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആളുകളാവട്ടെ, ഈവൻ ഏത് താഴെയുള്ള കുലങ്ങളിലുള്ള ആളുകളാവട്ടെ, പക്ഷെ അവര് ഭഗവാന്റെ ഭക്തരാണെങ്കിൽ വ്യത്യാസമില്ല. ഭഗവാന്റെ മുമ്പിൽ അങ്ങനെയുള്ളവര് വ്യത്യാസമില്ല. കാര്യം അവർ ഭക്തരാണോ എന്നുള്ളതാണ് സംഭവം. അതാണ് പ്രഭുപാദും ഭാവാർത്ഥത്തിൽ പറയുന്നത്. അതായത് ഇന്നത്തെ കാലത്തും ഈ ഒരു പ്രൊഫഷൻ ചെയ്യുന്നവർ ഉണ്ടാവുമായിരിക്കാം,
എല്ലാവരും ഭക്തരായിക്കൊള്ളുന്നില്ല, എന്നാൽ അതിൽ ഭക്തരായിട്ടുള്ളവരും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രൊഫഷൻ ഏത് വേണമെങ്കിലും ആവട്ടെ, പ്രഭുപാദ് പറയുന്നത് ഭക്തിയുത സേവനങ്ങൾ അവർ ചെയ്യുന്നുണ്ടോ, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മോശമായി കാണേണ്ട ആവശ്യമില്ല എന്നുള്ളത് ആണ് പറയുന്നത്. എന്നാൽ ഇതല്ലാത്ത കൂട്ടരുണ്ട്, അത് തീർച്ചയായിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമല്ല. പിന്നെ ഒരു ചോദ്യം വരാം. അതേപോലെ തന്നെ പ്രഭുപാദ് വേറൊരു കാര്യം കൂടെ പറയുന്നു. എന്തുകൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഈ ഒരു വേശ്യ സ്ത്രീകളും അതേപോലെ ഗവൺമെന്റ് വൈൻ ഷോപ്പുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തുറക്കുന്നത്, അതിനുള്ള ലൈസൻസ് കൊടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത്, ഇന്നത്തെ കാലത്തെ കാര്യമാണ് പറയുന്നത് പ്രഭുപാദ്. അതുകൊണ്ട് എന്തുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നു വെച്ചാൽ ആളുകൾ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറുക്ക് വഴികൾ ഉപയോഗിക്കും. ഇപ്പോൾ മദ്യം ഗവൺമെന്റ് സാങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ആളുകൾ വീട്ടിൽ അത് ഉണ്ടാക്കാനുള്ള സംഭവം ചെയ്യും. അപ്പോൾ അനധികൃതമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരും, ഇല്ലീഗൽ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വരും. അതിന് വേണ്ട ഈവൻ അതിന്റെ പ്യൂരിറ്റി പോലും നമുക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ വ്യാജമായിട്ടുള്ള സാധനങ്ങളൊക്കെ വരുമ്പോൾ അതെല്ലാം ആളുകൾ കഴിച്ച് ആളുകൾക്ക് അത് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. എന്നാൽ അത് കാര്യം ആളുകളുടെ അവസ്ഥ അതാണ്. കാര്യം അതില്ലാതെ പറ്റാത്ത ഒരു അവസ്ഥയിൽ ആളുകൾ പോകുമ്പോൾ അതിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ലൈസൻസോട് കൂടി ഇപ്പോൾ വേശ്യ സ്ഥലങ്ങളും അല്ലെങ്കിൽ അവർ പ്രവർത്തിക്കുന്ന പല സ്ഥലങ്ങളും ഇന്നത്തെ കാലത്ത് ഇന്ത്യയിൽ തന്നെ പല നഗരങ്ങളിലും അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഇത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ആളുകളുണ്ട് ഈ അസുഖമുള്ള ആൾക്കാര്. അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്ദ്രിയത്തെ നിയന്ത്രിക്കാൻ പറ്റാത്തവര്, അങ്ങനെയുള്ളവര് വേറെ സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കും. അവർ അതിനു വേണ്ടിയിട്ട് ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി പലതും ചെയ്യും. അപ്പോൾ സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർക്കും കുടുംബങ്ങൾക്കും തലവേദനയെ മാറും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ആ പ്രൊഫഷൻ തെരഞ്ഞെടുത്തിട്ടുള്ളവർക്ക് ലൈസൻസോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ഇത്രയ്ക്ക് ഒരു ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി അവർ വേണ്ടത് ചെയ്യട്ടെ, മറ്റു സാധാരണ നല്ല രീതിയിൽ ജീവിക്കുന്ന കുടുംബത്തെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് ഈ ഒരു ഉദ്ദേശമാണ്. പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുവാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് പല രീതിയിലും ഇതിനെ കാണുന്നു. അപ്പോൾ ഒരു പർപ്പസ് അതിൽ എന്തുകൊണ്ട് ഇത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതാണ്. ഒന്ന്, ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ സാധാരണ സിറ്റിസൺസിന് ബുദ്ധിമുട്ടാവും അതെല്ലാം. കാര്യം ആളുകളുടെ മനോഭാവം മാറ്റുക എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. തമോ ഗുണം രജോ ഗുണവും ആണ് എല്ലാവരിലും ഉള്ളത്. അതിൽ തമോ ഗുണം കൂടുതലുള്ള ആളുകൾക്ക് അവരെന്ത് ചെയ്യും എന്ത് പ്രവർത്തിക്കും എന്ന് അറിയാത്തൊരവസ്ഥയാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സാധാരണ രീതിയിൽ. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ പല പാടില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും ലൈസൻസും അല്ലെങ്കിൽ അതിനൊരു അപ്രൂവൽ കൊടുക്കുന്നതിന്റെ കാരണം കുറച്ചെങ്കിലും നിയന്ത്രണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രഭുപാദ് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ചോദ്യം വരാം, ഭഗവാൻ കൃഷ്ണന്റെ കാലത്ത് ഇതിന്റെ ആവശ്യം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ദ്വാപര യുഗത്തിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് 4 യമനിയങ്ങൾക്കെതിരല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ വരാം. പക്ഷെ അവിടെ മനസ്സിലാക്കുക, ഇത് സാധാരണ സ്ത്രീകളല്ല. ഇവരൊക്കെ ഈ ഒരു പേരുകൊണ്ട് അവരെ അഭിസംബോധന ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം ഇന്നത്തെ കാലത്ത്, അതായത് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഇതൊരു പ്രൊഫഷൻ ആയിട്ട് എടുത്ത് ഇന്നത്തെ കാലത്തെ ഒരു ആളുകൾ ഈ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഈ ഒരു ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് കമ്പയർ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഇവരെല്ലാവരും ഭഗവാന്റെ ഭക്തരാണ്. ആ ഒരു പ്രൊഫഷനിൽ ഉള്ളവർ പോലും ഭഗവാന്റെ ഭക്തരാണ് എന്നുള്ളത്. പിന്നെ അങ്ങനെ ഏതെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ ചിന്താഗതിയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു കാര്യമായിട്ട് എന്ന് മാത്രം ധരിച്ചാൽ മതി ഇതിനെ. അല്ലാതെ അന്നത്തെ കാലത്ത് ഇതിന്റെ ആവശ്യമുണ്ടോ, ഇതിൽ ചോദ്യങ്ങൾ പലതും നമുക്ക് വരാമുള്ളില്ല. ഇത് എന്തുകൊണ്ട് അങ്ങനെ? അപ്പോൾ കലിയുഗത്തിലല്ലേ ഇതെല്ലാം നിഷിദ്ധമായി പറയുന്നു, 4 നിയമങ്ങളിൽ ഒന്ന് വരുന്നു. 4 നിയമങ്ങളിൽ വരുന്നത് ശരിയാണ്. പക്ഷേ കൂടുതലും പറയുന്നത് അനധികൃതമായിട്ടുള്ള അവിഹിത ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ വേശ്യാസ്ത്രീകളുടെ കൂടെ പോകുന്ന ബന്ധത്തെക്കാൾ മോശമായിട്ടുള്ള അവിഹിത ബന്ധങ്ങളാണ്. അതിനെയാണ് റെസ്ട്രിക്ഷൻ കൂടുതൽ പറയുന്നത്. കാര്യം
കുടുംബത്തിൽ തന്നെ പല പ്രശ്നങ്ങളും അല്ലെങ്കിൽ പല രീതിയിലും വേറെ ആളുകൾ അറിയാതെ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്, അനധികൃതമായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരാണ്, അവരുടെ അടുത്ത് പോകുന്നു എന്നുള്ളത് അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ വ്യത്യാസമുണ്ട്. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതിയാണ് നടക്കുന്നത്. ഇവിടെ ഒരു ചീറ്റിംഗ് പരിപാടിയില്ല. ഇവിടെ ചീറ്റിംഗ് അല്ല, അവിടെ ചതിയാണ് നടക്കുന്നത്, ആളുകൾ അറിയാതെ ഉള്ള അതായത് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ. അത് വളരെയധികം തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം വളരെയധികം മോശമായിട്ടുള്ള കാര്യമാണ്. ഇതൊരു പ്രൊഫഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ അതും നല്ലതാണ് എന്നുള്ളതല്ല, പക്ഷെ എന്നാലും ഒരു കമ്പാരിസൺ ചെയ്യുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഭുപാജി പിന്നെ ശില ബിലോമംഗല ഠാക്കൂറിനെ കുറിച്ച് ഇവിടെ പറയുന്നു. ബിലോമംഗല ഠാക്കൂർ അദ്ദേഹത്തെ പോലെ വേറെ ആരുമില്ല, അത്രയും പരിശുദ്ധനായിട്ടുള്ള ഒരു ഭക്തനാണ് അദ്ദേഹം. വലിയൊരു ആചാര്യനാണ് അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അദ്ദേഹം ഗൃഹസ്ഥാശ്രമത്തിലുള്ള സമയത്ത് ഇതേപോലെ ഒരു വേശ്യാസ്ത്രീയുമായിട്ട് അദ്ദേഹത്തിന് ഒരു അടുപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റോറി ഇവിടെ പറയുന്നുണ്ട്. പ്രഭുപാദ് ചെറുതായിട്ട് പറയുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. എന്നാൽ ബിലോമംഗല ഠാക്കൂറിന്റെ ഒരു ഹിസ്റ്ററി പറയുന്നു. അതിന്റെ അർത്ഥം അദ്ദേഹം അങ്ങനെയുള്ള ഒരു ആളാണെന്നുള്ളതല്ല. ചൈതന്യ മഹാപ്രഭു പോലും ബഹുമാനിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൃതികൾ മഹാപ്രഭു പോലും ചൊല്ലുന്നുണ്ടായിരുന്നു. അതിമനോഹരമായിട്ടുള്ള ഒരു ഭക്തനാണ് അദ്ദേഹം, പരിശുദ്ധ ഭക്തനാണ്, ഒരു സംശയമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി, അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ചെറുതായിട്ട് ഒരു സ്റ്റോറി കണക്ഷൻ ഉണ്ട്. കാര്യം അവിടെയും ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പദപ്രദർശക ഗുരു ആവുന്നത് ചിന്താമണി എന്ന് പറയുന്ന വേശ്യാസ്ത്രീയാണ്. ആ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ഇദ്ദേഹത്തെ ഒരു ഉപകരണമാക്കി മാറ്റി. എങ്ങനെ അതായത് ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം ഒരു പരിധിക്കപ്പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ശില ബിലോമംഗല ഠാക്കൂറിനെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. ഒരുപാട് തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ശരിയും തെറ്റും പഠിപ്പിച്ചു തരുന്നു. അതിലൂടെ അവസാനം അദ്ദേഹം എത്തിയിട്ടുള്ള എവിടെ വരെ എത്തി എന്നുള്ളത്, എങ്ങനെയായി മാറി എന്നുള്ളതൊക്കെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം ശില ബിലോമംഗല ഠാക്കൂറിനെ പോലെ, ബിലോമംഗല സ്വാമിയാരെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹം അതേപോലുള്ളൊരു ഭക്തനാണ്. ഭഗവാൻ നേരിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. അതാണ് അത്രയും അദ്ദേഹത്തിന്റെ പൊസിഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ കഥ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കഥ എപ്പോഴും കേൾക്കുമ്പോൾ നമുക്കതൊരു പ്രചോദനമായിട്ടാണ് വരേണ്ടത്. ഒരു കാര്യം കൂടെ നമ്മൾ അതിൽ പഠിപ്പിക്കുന്നു എന്ന് വെച്ചാൽ, നമ്മൾ ഭക്തിയിൽ വരുന്നേക്കാൾ മുമ്പ് തെറ്റുകൾ നമ്മുടെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിലും സാരമില്ല. ഒരിക്കൽ നമ്മൾ ഭക്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, പിന്നീട് ആ വ്യക്തിയെ പഴയ ഒരു ഇമേജ് കണ്ട് നമ്മൾ ആ കണ്ണുകൊണ്ട് കാണരുത് എന്നുള്ളത്. അത് വളരെ വലിയ തെറ്റാണ്. ഒരു വൈഷ്ണവന്റെ പഴയ ബാക്ക്ഗ്രൗണ്ടോ അവരെങ്ങനെയായിരുന്നു എന്നറിയോ? ഇപ്പൊ കണ്ടില്ലേ, കുറിയെല്ലാം തൊട്ട് വൈഷ്ണവനായി നടക്കുന്നു എന്ന് പറയും ആളുകൾ. ഇത് മഹാ അപരാധമാണെന്ന് ഓർക്കുക. സിൻസിയർ ആയിട്ടുള്ള ഒരു ഭക്തനാണെങ്കിൽ, ഇനി അവിടെയും കപടത ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ അങ്ങനെയല്ല, എല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം നല്ല രീതിയിൽ ആത്മാർത്ഥയോടുകൂടി, പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ, ആര് വേണമെങ്കിൽ ആത്മാർത്ഥയോടുകൂടി ഭക്തി സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ അങ്ങനെ പഴയ കാര്യം പറഞ്ഞ് ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഇത് വലിയൊരു വൈഷ്ണവ അപരാധമാണ് എന്നുള്ളത് ഓർത്തോളൂ. അതിനൊരു സംശയവുമില്ല. അപ്പോൾ നമ്മുടെ ആ ക്രിട്ടിസൈസിങ് മെന്റാലിറ്റി, ആളുകളിൽ തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് നാച്ചുറലി തോന്നുന്നു, എനിക്കറിയാം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഈ ഒരു ചിന്താഗതി വളരെ മോശമായിട്ടുള്ള ചിന്താഗതിയാണ്. അവനവനും നന്നാവാൻ പറ്റുന്നില്ല, മറ്റുള്ളവർ ആരെങ്കിലും നന്നായി കഴിഞ്ഞാൽ അതിൽ പ്രശ്നമാണ്. ആരുടെ കുഴപ്പമാണ്? അത് അവനവന്റെ കുഴപ്പമാണ്, അവരുടെ കുഴപ്പമില്ല. അവര് നന്നായി പോകുന്നു, നന്നാവുന്നത് നല്ലതല്ലേ, അവിടെയും തെറ്റ് കാണുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ ഭഗവാന്റെ കൃപ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓർക്കുക ഇതെല്ലാം. ആദ്യം അവനവൻ നന്നാവാൻ നോക്കുക. മറ്റുള്ളവരിൽ കുറ്റങ്ങളോ തെറ്റുകളോ കണ്ടുപിടിക്കാതെ അവനവൻ നന്നാവാൻ ആദ്യം നോക്കുക. അവനവൻ എങ്ങനെയാ നന്നാവുന്നത്?
മനസ്സിലാവുന്നത് മറ്റുള്ളവരിൽ തെറ്റുകൾ കാണാതെ അവരിൽ നല്ല ഗുണങ്ങൾ മാത്രം കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മനസ്സിലാക്കാം നമ്മൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര നല്ല മനോഹരമായിട്ടുള്ള പായസം കഴിച്ചു കഴിഞ്ഞാലും അതിലെ ഒരു ചെറിയൊരു കല്ല് കടിക്കുന്ന പോലെ, കല്ല് കടിച്ചാൽ പറയും പായസം കൊള്ളില്ല എന്ന് പറയുന്ന പോലെ അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓർക്കുക. ബിലോമംഗലം ടാക്കൂറിന്റെ കഥ ഒരുപാട് ഇൻസ്പിറേഷൻ തരുന്ന ഒരു സ്റ്റോറിയാണ്. വേറൊരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം ആ ഒരു സീക്വൻസോടുകൂടി ഇവിടെ പ്രഭാത് സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ഒരു പാരഗ്രാഫിൽ അദ്ദേഹം ആ ഒരു ചെറിയ അദ്ദേഹത്തിന്റെ കഥ സ്റ്റോറി പറയുന്നു. 2 പ്രാവശ്യം അദ്ദേഹത്തിന്, ഒന്ന് ചിന്താമണി അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം തന്നെ അദ്ദേഹത്തിന് ചിന്താമണിയെ കാണാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ചയുണ്ട്, ഒരു രംഗമുണ്ട്. അദ്ദേഹം എല്ലാം അതായത് ക്രിയകളെല്ലാം നിർത്തിവെച്ച് അദ്ദേഹം പോകുന്നു. ആ സമയത്ത് മഴ പെയ്യുന്നു. മഴ സാധാരണ മഴയായിരുന്നില്ല, കൊടുങ്കാറ്റും പ്രളയം പോലുള്ള സമയമാണ്. അദ്ദേഹം അതിനെയെല്ലാം അതിജീവിച്ച് മറികടന്ന് ചിന്താമണിയുടെ അടുത്ത് പോകുന്നു. ഹരേ കൃഷ്ണ. വെള്ളം, നദിയെല്ലാം കവിഞ്ഞൊഴുകുന്നു. അപ്പോൾ അദ്ദേഹം നീന്തി കടക്കാൻ വേണ്ടി അദ്ദേഹം പിടിക്കുന്നത് ഒരു ശവശരീരങ്ങളാണ്. അത് പിടിച്ചിട്ടാണ്, അദ്ദേഹത്തിന് അറിയുന്നുണ്ടായിരുന്നില്ല, ചിന്താമണിയെ കാണാനുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പോകുന്നു. പിന്നീട് അവിടെ എത്തിയതിനു ശേഷം മതില് ചാടി കടക്കാൻ നേരത്ത് സാധിക്കുന്നില്ല. ആ സമയത്ത് എന്തെങ്കിലും വള്ളി പിടിച്ച് കയറാൻ നോക്കുമ്പോൾ ആക്ച്വലി അവിടെ വള്ളി പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനെ പിടിച്ച് കയറുന്നു. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് പാമ്പായിരുന്നു എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം വീട്ടിൽ പോയി വീടിന്റെ മുകളിലേക്ക് കയറി ഓടെല്ലാം മാറ്റി അകത്തേക്ക് ചാടുന്നു. ഇത്രയും അദ്ദേഹം ചെയ്യും. അവിടെ എത്തിയപ്പോൾ ചിന്താമണിയെ ചോദിക്കുകയാണ്, എന്താണ് ഈ കാണുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് അതായത് എന്റെ അടുത്ത് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, അതിന് ഉത്സാഹം ഉണ്ടായിരുന്നു. എത്ര വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടും അതിനെല്ലാം മറികടന്ന് നിങ്ങൾ ഇത്രയും ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഇവിടെ എത്തി. അത് ഈ ഒരു ഡിറ്റർമിനേഷൻ, ഈ ഒരു നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഭക്തിയിൽ ഉപയോഗിച്ചൂടെ എന്നൊരൊറ്റ ചോദ്യമാണ് ചോദിക്കുന്നത് ആരാണ്? ചിന്താമണി. അപ്പോൾ ചിന്താമണി ഒരു ഭക്തയാണ്, അല്ലെങ്കിൽ ചിന്താമണി ഇങ്ങനെ ചോദിക്കില്ല. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിൽ ബില്വമംഗലം ടാക്കൂർ മാറുന്നു. അദ്ദേഹം ചിന്തിക്കുന്നു, ഞാൻ ബ്രാഹ്മണനായിട്ട് ജനിച്ചു, ഇത്രയും ഭക്തിയുത സേവനങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഞാൻ പരിശീലിച്ചു വരുന്നതാണ്. അങ്ങനെയുള്ള എനിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നിട്ട് ചിന്താമണി ഓർമ്മിപ്പിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൃഷ്ണകർണാമൃതം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ, അദ്ദേഹത്തിന്റെ അതിമനോഹരമായിട്ടുള്ള പുസ്തകമാണ് കൃഷ്ണകർണാമൃതം. അവിടെ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ മംഗളാചരണത്തിൽ അദ്ദേഹം പറയുന്നു, ചിന്താമണിർജയതി സോമഗിരിർ ഗുരുർമേ ശിക്ഷാ ഗുരുശ്ച ഭഗവാൻ ശിഖിപിച്ച മൗലി യത്പാദകൽപതരു പല്ലവശേഖരേഷു ലീലാ സ്വയംവരരസം ലഭതേ ജയശ്രീ. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. അവിടെ ചിന്താമണിയുടെ മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുന്നു. കാര്യം ചിന്താമണി പദപ്രദർശക ഗുരുവാണ്. സോമഗിരി എന്ന് പറയുന്നത് അദ്ദേഹം പിന്നീട് ദീക്ഷ എടുക്കുന്ന ഗുരുവാണ്. ചിന്താമണിയുടെ മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുന്നു. കാര്യം ചിന്താമണി ആണ് ബില്വമംഗലം ടാക്കൂറിന്റെ കണ്ണുകൾ തുറപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാം, ആർക്ക് വേണമെങ്കിലും പദപ്രദർശക ഗുരുവാവാം. ചിന്താമണി അങ്ങനെ ഒരു പ്രൊഫഷൻ ചെയ്തിരുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിലും ചിന്താമണിയുടെ ഉള്ളിലും ഭക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ചിന്താമണിക്ക് അങ്ങനെ പറയുവാനും സാധിച്ചത്. ഇനി അതിനുശേഷം ഇദ്ദേഹം ബില്വമംഗലം ടാക്കൂർ സോമഗിരിയിൽ നിന്ന് അദ്ദേഹം ദീക്ഷ എടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ കുറെ സമയം താമസിക്കുന്നു, മാസങ്ങൾ താമസിക്കുന്നു. അതിനുശേഷം അദ്ദേഹം പിന്നീട് വൃന്ദാവനത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു ചെറിയൊരു ഡീവിയേഷൻ വന്നു.
പക്ഷെ ഭഗവാൻ കാത്തു. പോകുന്ന സമയത്ത് ഒരു നദിയിൽ അദ്ദേഹം കുളിക്കാൻ വേണ്ടി കുളിക്കുന്ന സമയത്ത് അവിടെ വേറൊരു ബ്രാഹ്മണി സ്ത്രീയെ കാണുന്നു. ഒരു ചെറുപ്പക്കാരി ഒരു ബ്രാഹ്മണി സ്ത്രീയെ കാണുന്നു. ആ സ്ത്രീയെ കാണുമ്പോൾ ബില്വമംഗല ഠാക്കൂറിന് ഒരു ആകർഷണം തോന്നുന്നു. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ആ സ്ത്രീയെ പിന്തുടർന്നുകൊണ്ട് പോകുന്നു. അങ്ങനെ അവിടെ പോയതിനു ശേഷം ഇവരോട് ആ സ്ത്രീ ഒരു ഭർത്താവുണ്ട്, ഭർത്താവിനോട് പറയുന്നു, അദ്ദേഹത്തിന്റെ ആഗ്രഹം പറയുന്നു. അപ്പോൾ ബില്വമംഗല ഠാക്കൂർ ഒരു ബ്രാഹ്മണൻ ആയതുകൊണ്ട്, ബ്രാഹ്മണൻ ഒരു ചാരിറ്റി ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ദാനം ചോദിക്കുമ്പോൾ കൊടുക്കണം എന്നുള്ളത് ഒരു അങ്ങനെയുള്ള അതൊരു ധർമ്മം ആയതുകൊണ്ട് ആ ഒരു ഭർത്താവ് ഓക്കെ എന്ന് പറയേണ്ട ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷെ ഭഗവാന്റെ കൃപ കൊണ്ട് ഇതെല്ലാം ഭംഗിയായിട്ട് കലാശിച്ചു. ഈ സ്ത്രീയെ കാണുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഉടനെ ഓർമ്മ വരുന്നു ചിന്താമണി പറഞ്ഞ കാര്യവും അതിനുശേഷം അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതൽ അദ്ദേഹം പരിശീലിച്ചിട്ടുള്ള ഭക്തിയെല്ലാം അദ്ദേഹത്തിനുള്ളിൽ വരുന്നു. ഭഗവാൻ ഉടനെ തന്നെ, പരമാത്മാവുള്ള ഭഗവാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. ഉടനെ തന്നെ ബില്വമംഗല ഠാക്കൂർ ചോദിക്കുന്നു ആ സ്ത്രീയോട്, മുടിയിൽ കുത്തുന്ന സ്ലേഡ് തരാൻ പറയും. അത് വാങ്ങിക്കുന്നു, കണ്ണെടുത്ത് കുത്തി പുറത്തേക്കാക്കുന്നു അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ച്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ കണ്ണുകളാണ് എന്റെ പ്രശ്നം, എന്നെ ആകർഷിപ്പിക്കുന്നത്, എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം വിട്ട് കൊണ്ടുവന്ന ഈ കണ്ണുകളാണ്, എനിക്ക് ഇനി ഈ കണ്ണുകൾ വേണ്ട എന്ന് പറഞ്ഞ് കണ്ണുകൾ കുത്തിക്കളയുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ നേരെ വൃന്ദാവനത്തിലേക്ക് പോവാണ്. അന്ധനായിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹം തനിയെ ഭഗവാനെ പൂർണ്ണമായും ശരണം പ്രാപിച്ച് നടക്കുവാണ്. പിന്നീട് അദ്ദേഹത്തെ കൈപിടിച്ച് വൃന്ദാവനത്തിലേക്ക് എത്തിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വന്നിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ലെവൽ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. ഭഗവാൻ കൃഷ്ണനാണ് നേരിട്ട് അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾ പിന്നീട് അദ്ദേഹം വൃന്ദാവനത്തിലായിരുന്നു. ബാക്കിയുള്ള ജീവിതം മുഴുവനും അദ്ദേഹം മനോഹരമായിട്ടുള്ള കൃഷ്ണകർണാമൃതം എഴുതിയിട്ടുണ്ട്. എന്തിനു പറയണം, ഇപ്പോൾ നമ്മൾ പുരുഷോത്തമ മാസത്തിൽ വായിക്കുന്ന ചൗരാഷ്ടകം എഴുതിയിട്ടുള്ളതും ബില്വമംഗല ഠാക്കൂറാണ്. അദ്ദേഹം അതിമനോഹരമായിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ശ്ലോകങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗീതങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗോവിന്ദ ദാമോദര സ്തോത്രം എഴുതിയിട്ടുണ്ട്. എല്ലാം അതിമനോഹരമാണ്. അങ്ങനെ ഒരു ഭക്തൻ വേറെയില്ല. ശ്രീ ചൈതന്യ മഹാപ്രഭു രാമാനന്ദ റായിയുടെ കൂടെയും സ്വരൂപ് ദാമോദർ പ്രഭുവിന്റെ കൂടെയും അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ ഉള്ള സമയത്ത് കൃഷ്ണകർണാമൃതത്തിലെ ശ്ലോകങ്ങളൊക്കെ മഹാപ്രഭു വായിക്കാറുണ്ട്. കാര്യം ബില്വമംഗല ഠാക്കൂറിന്റെ കൃതി അതിമനോഹരമാണ്. അപ്പോൾ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇതെല്ലാം. പിന്നീട് പ്രഭുപാദ് പറയുന്നു, ദ്വാരകയിലുള്ള എല്ലാ സ്ത്രീകൾക്കും ഭഗവാൻ കൃഷ്ണനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കൃഷ്ണനെ കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അവരെല്ലാവരും ഓടി പോകുന്നു എന്നുള്ളത് പറയുന്നു. അങ്ങനെ പറഞ്ഞ് ഈ ഒരു ഭാവാർത്ഥം അവസാനിപ്പിക്കുന്നു. പിന്നീട് പ്രഭുപാദ് പറയുന്നത്, ഭക്തരെ സംബന്ധിച്ച് അവർക്ക് ഭക്തി സേവനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവിധ നല്ല ഗുണങ്ങളും അവരിൽ വരുന്നു എന്നുള്ളത്, നല്ല ക്വാളിറ്റീസും വരുന്നു എന്നുള്ളത്. യസ്യാസി ഭക്തിർ ഭഗവത്യ കിഞ്ചന സർവേർ ഗുണൈസ്തത്ര സമാസത്തെ സുര. ആ ശ്ലോകം 5-ാമത്തെ സ്കന്ധത്തിൽ വരുന്നതാണ്. അവിടെ പറയുന്നത് ഭക്തി സേവനങ്ങൾ ചെയ്യുന്നവർക്ക് ഭഗവാനെ പോലെയും അല്ലെങ്കിൽ ദേവതമാരുടെയും നല്ല ഗുണങ്ങളൊക്കെ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ പറയുന്നത് ഭക്തരാവുക എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മൾ എവിടെ ജനിച്ചു, എന്താണ് നമ്മൾ ചെയ്യുന്നത്, അതിലൊന്നും പ്രസക്തിയില്ല. മറിച്ച് നമ്മൾ ഭഗവത് സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ, ഭഗവാന്റെ ഭക്തരാണോ, അതിലാണ് കാര്യം ഇരിക്കുന്നത്. നമ്മൾ വലിയ ഒരു പ്രൗഢിയോടുകൂടി ഇരിക്കുന്ന ഒരാളാണെങ്കിൽ, അഹങ്കാരത്തോടു കൂടി, എന്നാൽ ഭഗവാനെ മാത്രം വിളിക്കുന്നില്ല, ബാക്കിയെല്ലാം കൊണ്ടും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ആളായിട്ട് ഒരു കാര്യവും ഇല്ല. ഭക്തരാവുന്നതാണ് വേദം. അതാണ് പ്രഭുപാദ് പലപ്പോഴും വേറെ സ്ഥലങ്ങളും പറയുന്നുണ്ട്. ഒരു ആത്മാർത്ഥതയുള്ള ഒരു തൂപ്പുകാരൻ അല്ലെങ്കിൽ തൂപ്പുകാരി, അവരാണ് വേദം എന്നുള്ളത്. മറിച്ച് വൈറ്റ് കോളർ എല്ലാം ഇട്ട് വൈറ്റ് കോളർ ജോലിയുള്ള
ആളുകൾ. എന്നാൽ അവര് ഭക്തി ഇല്ലെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത്? ഒരു കാര്യവുമില്ല, സമയം വെറുതെ പാഴാക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ 20ാമത്തെ ശ്ലോകം നമുക്ക് നാളെ നോക്കാം, ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ग्रंथराज श्रीमद् भागवतम की जाए, जगत गुरु श्रील प्रभुपाद की जाए, समवेद गौर भक्त वृंद की जाए, गौड़ी गुरु वृंद की जाए, शचिनंदन श्री गौर हरि की जाए, श्रील बिल्वमंगल ठाकुर की जाए, श्री वृंदावन धाम की जाए. जय जय श्री राधे श्याम, जय जय श्री राधे श्याम.